എല്ലാവർക്കും നമസ്കാരം. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ യുവജനോത്സവം സർഗോദയം 2.0യുടെ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഓരോ ഭാഗത്തു നിന്നും ഓരോ കമ്മിറ്റികളായി തിരിച്ചിട്ടുള്ള ഓരോ യുവാക്കളും അവരവരുടെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏകദേശം അതിന്റെ ഒരു തയ്യാറെടുപ്പുകളെ പറ്റി മനസ്സിലാക്കാം. നമ്മുടെ കൂടെ സത്യയുണ്ട്. സത്യ വോളണ്ടിയർ കമ്മിറ്റിയുടെ കോർഡിനേറ്റർ ആണ്. സത്യ, എത്ര യുവാക്കൾ തയ്യാറായി നിൽക്കുന്നുണ്ട് നമ്മുടെ വോളണ്ടിയേഴ്സ്? ഇപ്പോൾ തന്നെ എല്ലാ കമ്മിറ്റികളിലെയും അംഗങ്ങളെത്തി അവരുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ട്രെയിനുകളിലും ബസ്സുകളിലും കമ്മിറ്റി അംഗങ്ങളായിട്ടും പാർട്ടിസിപ്പൻസും എല്ലാം വന്നുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഒരു യുവപ്പട ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സർഗോദയം 2.0ന്റെ യുവാക്കള് എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചേർന്നുകൊണ്ട് വലിയൊരു പ്രോഗ്രാമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇവരുടെ കമ്മിറ്റിയുടെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഇവര് സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ ആണ്. സ്റ്റേജും ഡെക്കറേഷൻ, സർഗോദയം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സ്റ്റേജും പരിപാടികളാണ്. എല്ലാം തയ്യാറാണോ? തീർച്ചയായിട്ടും നമ്മൾ ഒരു പരിപാടി തുടങ്ങുമ്പോൾ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യമാവേണ്ടത് സ്റ്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓൾറെഡി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ആർച്ച് വരും, അതേപോലെ തന്നെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഫുൾ സെറ്റ് ആവും. സർഗോദയത്തിന്റെ വേദി ഒരു റിച്ച് ആയിട്ടുള്ള ഒരു വേദി തന്നെയായിരിക്കും. എന്തായാലും സർഗോദയം 2.0 നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കമ്മിറ്റി തിരക്ക് പിടിച്ച ജോലിയിലാണ് ഇവിടെ ഉള്ളത്. ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ വരുന്ന കുട്ടികൾക്കുള്ള താമസ സൗകര്യം ഒരുക്കാനും അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനുമാണ് ഈ ഒരു കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന കുട്ടികൾക്ക് ട്രാൻസ്പോർട്ടേഷൻ, എങ്ങനെയാണ് ഒരു സ്ഥലത്ത് വരുന്ന ആള് എങ്ങനെയാണ് ഈ സ്ഥലത്ത് വേദിയിലേക്ക് എത്തുക, എല്ലാം സെറ്റ് അല്ലേ? എന്തായാലും വാഹനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ? എല്ലാവരെയും റെയിൽവേ സ്റ്റേഷനിലായാലും ബസ് സ്റ്റാൻഡിലായാലും അവിടെ സെറ്റ് ചെയ്യാനും അവർക്ക് നമ്മുടെ അക്കോമഡേഷൻ അലോട്ട് അവരവിടെ ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ വാഹന സൗകര്യമൊക്കെ സെറ്റാണ്. അടിപൊളി. എന്തായാലും കുട്ടികളാരും പങ്കെടുക്കുന്ന പങ്കാളികൾ അല്ലെങ്കിൽ നമ്മുടെ വരുന്ന കുട്ടികളാരും തന്നെ യുവവേദി പ്രവർത്തകരോ അല്ലെങ്കിൽ നമ്മുടെ SPSS അംഗങ്ങളാരും തന്നെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കില്ല. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ യുവപ്പട തയ്യാറായി കഴിഞ്ഞു. സുധി, നമ്മുടെ താമസ സൗകര്യങ്ങളൊക്കെ എല്ലാം റെഡിയാണ്? എല്ലാവർക്കും സെറ്റാണ്. എല്ലാ ഹോട്ടലുകളെല്ലാം എല്ലാവരും വേഗം നിർത്തും. തീർച്ചയായിട്ടും പയ്യന്നൂരിന്റെ മണ്ണിൽ ഈ ഒരു തെയ്യത്തിന്റെ നാട്ടിൽ സർഗോദയം 2.0 അരങ്ങേറുമ്പോൾ തീർച്ചയായിട്ടും ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ ചരിത്രത്തിൽ എടുപ്പിടിക്കുന്ന രീതിയിൽ സർഗോദയം 2.0 ഒരുക്കിയിരിക്കുകയാണ്. ചെയർമാൻ ആനന്ദ് കേശവൻ ഉണ്ട്. ആനന്ദ് കേശവൻ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സർഗോദയം 2ന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ സർഗോദയത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായ നമ്മുടെ യുവ നേതാക്കൾക്ക് നേതൃത്വപരമായ കഴിവുകൾ പകർന്നു നൽകുക എന്നുള്ളതും അവരുടെ സംഘാടന പാഠവും വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രായോഗികമായിട്ട് തന്നെ സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ള ഒട്ടേറെ വളണ്ടിയർമാർ നേരത്തെ കണ്ടതുപോലെ വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം അവരെ ഏൽപ്പിച്ച ചുമതലകൾ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇവിടുത്തെ ഒരുക്കങ്ങളും അലങ്കാരങ്ങളെല്ലാം ഒരു സമാപ്തിയിലേക്ക് എത്തിക്കാമെന്നാണ് കരുതുന്നത്. നാളെ എത്തുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ഇവിടെയുള്ള വിവിധ കമ്മിറ്റികൾ തയ്യാറാണ് എന്നാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെയുള്ള അപ്ഡേഷൻ വരുന്നത്. തീർച്ചയായിട്ടും സർഗോദയം 2.0 ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ മറ്റൊരു ചരിത്രം കുറിക്കാൻ പോകുന്ന ഈ ഒരു വേളയിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം. നാളെ മെയ് 23, 24 ഈ 2 ദിവസങ്ങളിൽ സർഗോദയം 2.0 ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ യുവജനോത്സവം.